ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അറിയിപ്പ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് മാധ്യമങ്ങളെ കാണും. അല്പസമയത്തുള്ള അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഇടതു ക്യാമ്പിന്റെ തയ്യാറെടുപ്പ്, അവരുടെ നീക്കം എന്നതുകൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അരുണ്, വേഗത്തിൽ അക്കാര്യം ഒന്ന് പറഞ്ഞു പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തിനാണ് സ്വരാജ് ഇപ്പോൾ മീഡിയയെ കാണാൻ പോകുന്നത്? വാർത്താ സമ്മേളനം 8:30-ക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കൃത്യമായ കാരണം എന്നുവരെ അവർ പറഞ്ഞിട്ടില്ല. മൊത്തത്തിലുള്ള കാര്യങ്ങൾ പ്രചരണം അവസാനിക്കാൻ പോകുന്നതിന്റെ കാര്യങ്ങൾ പറയാനെന്നാണ് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? കാരണം സ്വരാജ് ഈ രാത്രി അങ്ങനെ മാധ്യമങ്ങളെ കാണുന്ന പതിവില്ല. രാവിലെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മാധ്യമങ്ങൾ കാണുന്നത്. പിന്നീട് ഈ പ്രചരണത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരാറുമുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക വിഷയമുണ്ടോ എന്ന കാര്യം അറിയേണ്ടിയിരിക്കുന്നു. അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. 8:30-ക്കാണ് എം സ്വരാജ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. അദ്ദേഹം നേരത്തെ CPM-ന്റെ കുടുംബ യോഗങ്ങൾ, LDF-ന്റെ കുടുംബ സദസ്സുകളിൽ പങ്കെടുത്ത് MABക്കൊപ്പം പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം മറ്റു പ്രചരണ തിരക്കുകളിലേക്ക് പോയത്. അതിനുശേഷം 8:30യോടുകൂടി അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും നമുക്കിതിനിടയിൽ സ്വരാജ് എന്തിനാണ് മാധ്യമങ്ങളെ കണ്ട് എന്ത് കാര്യമാണ് പറയുന്നത് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഒപ്പം നിലമ്പൂർ കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയവും അതിന്റെ സാഹചര്യം കൂടി ഏറ്റവും പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ എന്നതാണ്. മാറിമറിയുന്ന പ്രചരണ വിഷയങ്ങളാണ്. അനുമോദ്, നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ വന്യജീവി വിഷയമായിരിക്കും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുക എന്ന് എല്ലാവരും കരുതി. മാധ്യമങ്ങളുടെയും പൊതു നിഗമനവും അങ്ങനെയാണ്. പക്ഷേ സംഭവിച്ചത് അതൊന്നുമല്ല. പക്ഷേ ഇന്ന് വീണ്ടും വന്യജീവി വിഷയങ്ങളിലേക്ക് വിഷയം വഴിമാറി വന്നിട്ടുണ്ട്. ഈ ജനങ്ങളെ സ്വാധീനിക്കുക, ഈ നിലമ്പൂരെ വോട്ടർമാരെ അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിലമ്പൂരെ വോട്ടർമാരെ സ്വാധീനിക്കുക ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ഇവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമായിരിക്കുമോ, അതോ ഈ വിവാദങ്ങൾക്കൊക്കെ ജനത്തെ സ്വാധീനിക്കാനുള്ള ശേഷി ഉണ്ടാകുമോ? പ്രധാനമായിട്ടും നിലമ്പൂരിലെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്ന് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിലമ്പൂരിലെ ഭൂരിഭാഗം വോട്ടർമാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ വന്യജീവി ശല്യം അനുഭവിക്കുന്നവരാണ്, നേരിട്ട് ഏറ്റുവാങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമതായിട്ട് പെൻഷൻ വിവാദത്തിൽ ഉയർന്ന കാര്യങ്ങൾ. കാരണം ഇതൊരു സാധാരണക്കാരുടെ മേഖലയായതുകൊണ്ട് തന്നെ പെൻഷന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവരെ സ്വാധീനിക്കാനും ഈ ഒരു വിവാദത്തിന് കഴിഞ്ഞേക്കും. അതിനപ്പുറമുള്ള രാഷ്ട്രീയം അത് ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളത് കണ്ടു തന്നെയാണ്. പക്ഷേ ഈ രണ്ട് വിഷയങ്ങളും നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്നതായതുകൊണ്ട് അതിന് കൃത്യമായ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്യും. ശരി, എന്തായാലും ആ തരത്തിൽ ഉണ്ടാവുന്നതിനെ കരുതാം. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് വിശദമായി വരാം. അതിനു മുമ്പ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത മുഖ്യ വിഷയം ജമാഅത്തെ ഇസ്ലാമി വിവാദമാണ്. അതിന് CPM ഉന്നയിക്കുന്ന ആരോപണത്തിന് കോൺഗ്രസും UDF-ഉം നൽകുന്ന മറുപടിയാണ്. ഈ വിവാദ വിഷയങ്ങളിൽ പുതിയതായി കോൺഗ്രസ് ഉയർത്തിവിട്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗം. എന്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി മറുപടി പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഇന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവർ ചോദിച്ചതാണ്, മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മലപ്പുറം പ്രസ്താവനയിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിശദീകരണത്തിന് തയ്യാറായില്ല എന്ന കാര്യം എന്തുകൊണ്ടാണ് അരുൺ ഇടതുമുന്നണിയെ അത് ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ടോ? മലപ്പുറം വിഷയം ആദ്യഘട്ടം മുതൽ ഇടതുമുന്നണിക്കെതിരെ UDF ഉപയോഗിച്ചതാണ്. അതിന് പ്രതിരോധം എന്ന് പറയുന്നത് മലപ്പുറം രൂപീകരണമാണ്, മലപ്പുറം ജില്ലാ രൂപീകരണ ചരിത്രമാണ്. അന്ന് അതിനെതിരെ നടന്ന സമരങ്ങളാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അതൊരു കുട്ടി പാകിസ്ഥാനായി മാറുമെന്ന് പറഞ്ഞ് കോൺഗ്രസ് എന്നാണ് CPM ആരോപിക്കുന്നത്. അന്ന് വഴിക്കടവിൽ നിന്ന് ജാഥ തുടങ്ങിയത് ഇന്നത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദാണ്. ആ ആര്യാടൻ മുഹമ്മദിന്റെ പേര് പറഞ്ഞു തന്നെയാണ് ഇന്ന് അതിനുള്ള മറുപടി. CPM ആദ്യഘട്ടമൊക്കെ മറുപടി പറഞ്ഞു പോയതാണ്. പക്ഷേ ഇന്നലെ വീണ്ടും പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നുന്നു വീണ്ടും വിഷയം ഉന്നയിക്കുകയും ഇന്ന് അതിന് MV ഗോവിന്ദൻ മറുപടി പറയുകയും ചെയ്തു. അത് UDF-ന് തിരിഞ്ഞുകൊത്തുന്ന ഒന്നാണ്. മലപ്പുറം വിഷയം ചർച്ച ചെയ്യാൻ എന്നും ആ വിവാദ ചർച്ച എന്നും CPM തയ്യാറാണെന്നാണ് നേതാക്കൾ പറയുന്നത്. അത് UDF-നെ തിരിഞ്ഞുകൊത്തുമെന്ന് അവർ പറയുന്നു. ഏതായാലും ഇന്നും ആര്യാടൻ മുഹമ്മദിനെയും കോൺഗ്രസിന്റെ അന്നത്തെ നിലപാടിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് MABയുടെ വൈകിട്ട് കുടുംബസദസ്സിലെ ഒരു പ്രസംഗം കൂടി ഉണ്ടായിരുന്നു. ഈ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് EMS എടുത്ത ഇനിഷ്യേറ്റീവ്, മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളോട് എടുത്തിട്ടുള്ള നിലപാടുകൾ, പ്രത്യേകിച്ചും EMS-ന്റെ പേര് പള്ളിയുണ്ട് അല്ലെ അനുമോദ്, മലപ്പുറത്തൊരു EMS പള്ളി തന്നെയുണ്ട്. അതിന്റെ ചരിത്രമൊക്കെ MAB പറയുന്നുണ്ട്. അതായത് EMS മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ പോകുന്ന വഴിക്ക് അവിടുത്തെ നാട്ടുകാർ അതെ, അതിന് വേറൊരു ചരിത്രമുണ്ട്. നമ്മളത് മുമ്പ് ചെയ്തൊരു വാർത്തയാണ്. പുലാമന്തോളിലാണ്, എന്റെ നാട്ടിലാണ് അതുള്ളത്. ശരിക്കും അത് EMS-ന്റെ പള്ളി എന്നറിയപ്പെടുന്നത് EMS-ന്റെ ഭരണകാലത്ത് അതിന്റെ റിനോവേഷൻ കഴിഞ്ഞു വന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ആ വിഷയത്തിൽ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്തയും വന്നിട്ടുണ്ട്. അത് രണ്ട് തരത്തിലും പറയുന്നത്. ഇതാണ് EMS മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാർ കണ്ടിങ്ങനെ ഒരു ശരിക്കും അതിനെ ചൊല്ലി പറയുന്നത് അത് നെഹ്റുവിന്റെ കാലത്ത് വന്ന തീരുമാനമായിരുന്നു. പക്ഷെ അത് നടപ്പാക്കിയത് EMS ആണ്.